നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഡോണി സക്കറിയ. ഞാൻ ലൂത് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പിള്ളേരിലുള്ള വയറിലുള്ള സാധാരണ കാണുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ്. സാധാരണ നമ്മൾ പിള്ളേരിൽ കാണുന്ന വയറ് വീർപ്പ്, ഡിസ്റ്റൻഷനായിട്ട് വയറ് വരുന്നത്, ചിലപ്പോൾ ഛർദ്ദിലായിട്ട് വരാം, ചിലപ്പം വയറിളക്കമായിട്ട്, അങ്ങനെയൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്നത്. വയറുവേദന ഒത്തിരി കോമൺ ആണ് പിള്ളേരിൽ. അത് ഒത്തിരി കാരണങ്ങളൊക്കെ കാണും. ഒന്ന്, ചിലപ്പം അവർ കഴിച്ച ഭക്ഷണം ചിലപ്പോൾ പിടിക്കാതാകാം. ഒത്തിരി ഗ്യാസ് ഉണ്ടാക്കുന്ന ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ, ഒത്തിരി ഫ്രൂട്ട് ജ്യൂസസ്, കോള അങ്ങനെയൊക്കെ കഴിച്ചാൽ വയറ് ചിലപ്പം പിള്ളേരിൽ വീർപ്പായിട്ടോ ഡിസ്റ്റൻഷനായിട്ട് വരാം. അത് ഭക്ഷണത്തിൻ്റെ ആ എഫക്റ്റ് മാറുമ്പോൾ തന്നെ കുറയും. പിന്നെ സാധാരണ ചിലപ്പം റെയറായിട്ടുള്ള കുടലിനകത്ത് ചെറിയ തടസ്സങ്ങൾ വരുവാണെങ്കിൽ, അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലർക്ക് പിള്ളേരിൽ വയറ് വീർപ്പ്, ഛർദ്ദിൽ, വയറുവേദനയൊക്കെ ആയിട്ട് വരാം. പിന്നെ ചില പിള്ളേരിൽ വയറ്റിൽ നിന്ന് പോകാൻ കോൺസ്റ്റിപ്പേഷനുള്ള പിള്ളേർ, വയറ്റിൽ നിന്ന് പോകാൻ തടസ്സമുള്ള, അല്ലെങ്കിൽ എല്ലാ ദിവസവും റെഗുലറായിട്ട് വയറ്റിൽ നിന്ന് പോകാത്ത പിള്ളേർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവർക്കും വയറ് ഡിസ്റ്റൻഷനും പെയിനുമായിട്ട് വരാം. പിന്നെ ചില പിള്ളേർക്ക് കുടലിലെ ചലനത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ, IBS ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പിള്ളേരിലും വരാം. അങ്ങനെയുള്ളവർ പിള്ളേരും ചിലപ്പം വയറ് വീർപ്പും ഡിസ്റ്റൻഷനും വോമിറ്റിങ്ങും വെയിറ്റ് ലോസ്, തൂക്കം കുറയുന്ന ഒക്കെ വരുമ്പം നമ്മളത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അത് പ്രശ്നമുള്ള കാരണം ആണോ അല്ലയോ എന്ന് നോക്കേണ്ടി വരും.